നമസ്കാരം. മുൻ മന്ത്രിയും CPM നേതാവുമായ ജി സുധാകരൻ 2 ദിവസമായി അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. MTയുടെ പ്രസംഗത്തിലൂടെയായിരുന്നു രംഗപ്രവേശത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയത്. പക്ഷേ അതോടെ CPMന്റെ കാറ്റുപോയി. സത്യത്തിൽ സുധാകരൻ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന സംശയം തോന്നും. MTക്കെതിരെ പറഞ്ഞതുപോലെ അത് നിന്ന നിൽപ്പിൽ മലക്കം മറിയുകയും ചെയ്തു. വിവാദ പ്രസ്താവന MT പറഞ്ഞതിനെ തുടർന്ന് MTക്ക് എതിരെ പാർട്ടി അന്വേഷണം നടത്തുമ്പോഴായിരുന്നു അതിനെ ന്യായീകരിച്ച സുധാകരൻ എത്തിയത്. പിണറായി അപ്പോൾ തന്നെ കഷായം വീട്ടിലേക്ക് കൊടുത്തുവിട്ടു. നിന്ന നിൽപ്പിൽ മലക്കം മറിഞ്ഞു. അങ്ങനെ എന്തൊക്കെ പ്രഹസനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇതിപ്പോ അങ്ങനെയാണോ? കരുവന്നൂർ കേസിൽ വീണ്ടും പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സുധാകരൻ. കേസിലാണെങ്കിൽ ഓരോരോ CPM നേതാക്കളുടെ പേര് കേട്ട് തുടങ്ങിയിരിക്കുന്നു. AC മൊയ്തീന്റെയും MK കണ്ണന്റെയും ഒക്കെ പേരുകൾ വന്നപ്പോൾ പോലും ഞെട്ടിയില്ല. പക്ഷേ P രാജീവ്, ആ പേര് കേട്ടപ്പോൾ ഒരുവിധപ്പെട്ടവരൊക്കെ ഒന്ന് ഞെട്ടി. അങ്ങനെ ഒരു വലിയ പേര് ദോഷം കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും. അതൊക്കെ പോട്ടെ, രാജീവ് ഇത്തരത്തിൽ ഇടപെട്ടു എന്ന വാർത്ത വന്നതോടെ സുധാകരനും രംഗത്തെത്തി. തന്റെ മുൻ നിലപാട് ആവർത്തിച്ചുകൊണ്ടാണ് സുധാകരൻ എത്തിയത്. കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നു എന്നത് സത്യമാണ്. പക്ഷെ അതിന് രേഖകളൊന്നും തന്റെ കയ്യിലില്ല. സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതൊക്കെ തനിക്ക് മനസ്സിലാകും. ആർക്കൊക്കെ എതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടോ അവരൊക്കെ അന്വേഷണം നേരിടട്ടെ എന്നാണ് പറയുന്നത്. AC മൊയ്തീനും മന്ത്രി P രാജീവിനുമെതിരായ ആരോപണങ്ങൾ അന്വേഷണം നടക്കട്ടെ എന്നും സുധാകരൻ പറയുന്നു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സുധാകരൻ പാർട്ടിയെ വീണ്ടും വെട്ടിലാക്കി ആഞ്ഞടിച്ചത്. കരുവന്നൂരിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുള്ളത് വസ്തുതയാണ്. ആരാണെന്നും ഏതാണെന്നുമുള്ള രേഖകൾ തന്റെ പക്കലില്ല. EDയുടെ അന്വേഷണം ആർക്കും മാറ്റിമറിക്കാൻ കഴിയില്ല. MT വാസുദേവൻ നായർക്കെതിരായ വിമർശനം സുധാകരൻ ആവർത്തിച്ചു. MT പ്രതികരിക്കേണ്ട പല വിഷയങ്ങളിലും പ്രതികരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്ന മന്ത്രി സജി ചെറിയാനെയും വിമർശിച്ചു. ഏത് ചെറിയാനായാൽ എന്താ, ചെറിയാനോട് താൻ എന്തെങ്കിലും പറഞ്ഞോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. എന്താണ് താൻ വേദിയിൽ പറഞ്ഞതെന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പാർട്ടി പത്രമായ ദേശാഭിമാനി പോലും ശ്രമിച്ചിട്ടില്ല. സംസ്ഥാനതല ഉദ്ഘാടനങ്ങളിൽ CPMന്റെ പരിപാടികൾ സംബന്ധിച്ച കാര്യങ്ങളിൽ എന്റെ ഫോട്ടോ പോലും പ്രസിദ്ധീകരിക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്ന, മാറി നിൽക്കുന്ന അവസ്ഥ ദേശാഭിമാനിയിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പിണറായി വിജയൻ കരുത്തുള്ള നേതാവാണ്, എന്നാൽ വ്യക്തിപൂജ പാടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി അകൽച്ചയുണ്ടെന്നും അത് തിരുവനന്തപുരവും ആലപ്പുഴയും തമ്മിലുള്ള അകലമാണെന്നും മറച്ചുവെച്ചില്ല അദ്ദേഹം. മുസ്ലിം ലീഗ് ഇപ്പോൾ LDFലേക്ക് വരേണ്ട സാഹചര്യമൊന്നുമില്ല. ലീഗിന്റെ സീറ്റ് പകുതിയായി കുറഞ്ഞിരിക്കുന്നു. പാർട്ടികൾ അധികാരത്തിൽ വരേണ്ടത് പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും സുധാകരൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്നും 2 വട്ടം അധികാരത്തിൽ വന്നത് ലീഗിന്റെ സഹായത്തോടെയല്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ളത് എന്ന് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. അനധികൃത വായ്പയായി 6 കോടി രൂപ നൽകാൻ P രാജീവ് സമ്മർദ്ദം ചെലുത്തിയതായിരുന്നു മൊഴി. ഒരാൾ തന്നെ ഇത്രയും വലിയ തുകയുടെ തട്ടിപ്പിന് നേതൃത്വം നൽകിയെന്നറിയുമ്പോൾ മറ്റുള്ളവരുടെ പങ്കുകൂടി കണക്കിലെടുത്താൽ ആരെയും അമ്പരിപ്പിക്കുന്ന അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനാകും. ഈ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത മറ്റു നേതാക്കളെ പോലെ P രാജീവും തനിക്കെതിരായ വെളിപ്പെടുത്തലിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കാലമല്ലേ, ഇതുപോലെ വേറെയും ആരോപണങ്ങൾ ഉണ്ടാകുമെന്നാണ് രാജീവ് പറയുന്നത്. ആരോപണം നിഷേധിക്കാനാവാത്തതിനാൽ ജനങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇതിലൂടെ നോക്കുന്നത്. ലാവ്ലിൻ അഴിമതിയുടെ കാലം മുതൽ പിണറായി വിജയന്റെ വലം കൈയായി അറിയപ്പെടുന്ന രാജീവ് യാതൊരു കൂസലുമില്ലാതെ പ്രതികരിക്കുന്നത് പാർട്ടിയും സർക്കാരും തന്നെ സംരക്ഷിക്കുമെന്ന ഉറപ്പുള്ളതിനാലാണ്. പണം കൈപ്പറ്റിയതായി മൊഴിയുള്ള മുൻ MP PK ബിജുവും മറ്റും സ്വീകരിക്കുന്ന അടവ് നയവും ഇതുതന്നെയാണ്. അഴിമതി വീരനായ ഒരു മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ തങ്ങൾക്ക് ആരെയും ഭയക്കാനില്ലെന്ന ഭാവമാണ് രാജീവിനെയും ബിജുവിനെയും പോലുള്ള നേതാക്കൾക്കുള്ളത്. ഇവർ സാധാരണ അഴിമതിക്കാരല്ല, അതിവിദഗ്ധരായ കൊള്ളക്കാർ തന്നെയാണ്. ആ നിലയ്ക്ക് വേണം ഇവർക്കെതിരായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും. നന്ദി.